നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ ഇൻഫോർമേറ്റീവായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് ഏത് കോളേജുകളിൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ, നമ്മൾ ഗംഭീരമാർന്ന കോളേജ്, ആ ഗംഭീരമാർന്ന കോളേജിനെ കുറിച്ചൊക്കെ പറയാം. എന്നാൽ പോലും പ്ലേസ്മെന്റ് കിട്ടണം അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടണം എങ്കിൽ നമുക്ക് കീം എന്ന് പറയുന്ന കേരളത്തിലെ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് ആണ്. അതിന് എത്ര റാങ്ക് വരെ നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ എത്ര റാങ്ക് കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം നല്ല കോളേജുകളിൽ പഠിക്കാം. നമ്മൾ ചുമ്മാതെ പോയി ക്രാഷിന് ചേരുന്നു അല്ലെങ്കിൽ ലോങ് ടൈമിന് ചേരുന്നു, അതൊക്കെ മാത്രമല്ല, നമുക്കൊരു അൾട്ടിമേറ്റ് എയിം ഉണ്ടാണ്, ഇന്ന കോളേജിൽ പഠിക്കണം. അന്നേരം ആദ്യം ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ചുമ്മാതെ ഒരു കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുമോ? ഇല്ല. നമ്മൾ അടുത്തൊരു കോളേജിൽ പോയി പഠിച്ചു. ഇപ്പം ഞാൻ 2 പ്രൊഫഷണലായിട്ടുള്ള ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ ഒരു സെൽഫ് ഫിനാൻസ് എയ്ഡഡ് കോളേജിലും പഠിപ്പിച്ച അധ്യാപകരാണ്. ഇപ്പം അവിടെയൊക്കെ പല മാറ്റങ്ങളും വന്നു. ഇപ്പം 5 കൊല്ലം കൊണ്ടോ 7 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2 കൊല്ലം കൊണ്ടൊക്കെ ഭീകരമായ വ്യത്യാസങ്ങളാണ് കോളേജിൽ വന്നേക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കസിനോ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പഠിച്ചതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കോളേജിൽ നമ്മൾ ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കാവുള്ളൂ. അല്ലാതെ ചേട്ടൻ പഠിച്ചപ്പം ഗംഭീര കോളേജായിരുന്നു, ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്ന് കാണിച്ചിട്ടപ്പോൾ ചിലപ്പം ആ കോളേജിലെ അധ്യാപകരെല്ലാം മാറിക്കാണും, അതിൻ്റെ രീതികളും മാറിക്കാണും, മൊത്തത്തിൽ മാറിക്കാണും. ശരിക്കും അന്വേഷിക്കണം. അതവിടെ നിൽക്കട്ടെ. അന്നേരം അതാദ്യം. 2, കീം എന്ന് പറയുന്ന ഒരു ബാലികേറ മലയല്ല. കാരണം കീം എന്ന് പറയുന്നത് ഏത് കുട്ടികൾക്കും അത്യാവശ്യം ഒന്ന് മെനക്കെടാൻ നമുക്ക് ഒരിക്കലും എൻട്രൻസ് കിട്ടുകയും മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടുകയും ചെയ്യത്തില്ല. മെനക്കെടണം, ഹാർഡ് വർക്ക് ചെയ്യണം. അത്യാവശ്യം മെനക്കെട്ടാൽ നീറ്റിൻ്റെയും ജെയുടെയും പകുതി 50% കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കീമിന് നല്ല ടോപ്പ് റാങ്കിൽ എത്താൻ ഒരു പ്രയാസമില്ല. നിങ്ങൾക്കറിയാം, കീമിന് 3 പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനാണ് 50% വെയിറ്റേജ്. ഫിസിക്സ് നല്ല അത്യാവശ്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നല്ല ടഫായിട്ടുള്ള ന്യൂമറിക്കൽസും, കെമിസ്ട്രി ഒരു ആവറേജ് കെമിസ്ട്രി. ഇതൊരു പാറ്റേൺ ആണ് കീമിൻ്റെ. കഴിഞ്ഞ 2 കൊല്ലങ്ങളിലെയും കീമിൻ്റെ മാത്സ് നല്ല ടഫായിരുന്നു, നല്ലതുപോലെ എഴുതാനുണ്ടായിരുന്നു. NIT IIT ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ചോദിച്ച മാത്സ് ഉണ്ടായിരുന്നു. ഫിസിക്സും മോശമല്ല. അന്നേരം ഈ രീതിയിൽ എഴുതുമ്പം നിങ്ങൾക്ക് എത്ര റാങ്ക്, ഇപ്പം നിങ്ങൾക്കൊരു റാങ്ക് 10,000 അല്ലെങ്കിൽ 8,000 എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് കോളേജിൽ, ഗവൺമെൻറ് കോളേജിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ തുച്ഛമായ ഫീസോടുകൂടി നിങ്ങൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ ടോപ്പ് കോളേജിൽ പഠിക്കാം. അതുപോലെ തന്നെ ആ ടോപ്പ് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ജോലി തിരക്കി പോകണ്ട. കോളേജിലെ 8 സെമസ്റ്റർ അല്ലെങ്കിൽ 6 സെമസ്റ്റർ 7th സെമസ്റ്റർ ഒക്കെ ആകുമ്പം തന്നെ 8 സെമസ്റ്ററിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ പ്ലേസ്മെൻറ്റ് ടോപ്പായിട്ട് കിട്ടിയിരിക്കും. അതിനകത്ത് സംശയം വേണ്ട. അന്നേരം അങ്ങനെയുള്ള കോളേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ 10,000 താഴെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോളേജിൽ കിട്ടാം. ഇപ്പം പ്രതീക്ഷിക്കുന്ന ഒരുപാട് കോളേജസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അതിന് മാത്രം ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്തി ആയി പോകും. ഇനി ഒരു 25,000 താഴെ 1,00,000 പേരോളം കീമിൻ്റെ പരീക്ഷ എഴുതുന്നതിൽ കുറേ പേരൊക്കെ അങ്ങ് NIT ഒക്കെ അടിച്ചു പോകും, ക്വാളിഫൈ ആകത്തില്ല. പക്ഷേ ഒരു നല്ല ശതമാനം, ഒരു 25,000 15,000 20,000 ആ റേഞ്ചൊക്കെ ഉള്ളവർക്ക് ഏതെങ്കിലുമൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അതിനകത്ത് സംശയം വേണ്ട. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? എന്തായാലും പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം. അന്നേരം നമുക്ക് പ്ലേസ്മെൻറ്റും കിട്ടണം. ഇക്കാലത്ത് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രയാസമാണ്. കാരണം CS എടുക്കുന്നവർ, മെക്കാനിക്കൽ എടുക്കുന്നവരും ഇലക്ട്രിക്കൽ എടുക്കുന്നവരും പലപ്പോഴും ജോലി കിട്ടാതെ IT തന്നെയാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഏത് പഠിച്ചാലും സ്കില്ല് എന്ന് പറയുന്നൊരു വലിയ ഫാക്ടർ ഉണ്ട്. സ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാഷൻ മാത്രം പോരാ, സ്കില്ലുണ്ടെങ്കിൽ നമ്മളെ കുത്തിയെടുത്തുകൊണ്ട് പോകും. നമ്മൾ പറയുന്ന കാശ് തരാൻ ഉള്ള കമ്പനികളുണ്ട് ഇപ്പോൾ. പക്ഷേ സ്കിൽ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ സർട്ടിഫിക്കറ്റുകളിൽ റാങ്ക് മാത്രം പോരാ, പക്ഷേ ഇതിനൊക്കെ ഉപരി നല്ല കോളേജിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ വളരെ വലുതാണ്. ആ കോളേജിൽ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ഈ കീമിന് ഈ പറയുന്ന, ഇപ്പം നിങ്ങൾ 1,500 1000 ഒക്കെ റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജാണ് കിട്ടുന്നത്. നമ്പർ 1 കോളേജ് ട്രിവാൻഡ്രത്തെ നമ്പർ 1 കോളേജിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഒരു 5,000 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ആദ്യത്തെ 3 കോളേജുകൾ, ടോപ്പ് 3 കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാം.
എന്നാൽ 10,000 ആണെങ്കിൽ നമുക്ക് എന്തായാലും ടോപ്പ് 10 കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. 25,000 വരെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. ഈ പറഞ്ഞ പോലെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടാം. പക്ഷെ ടോപ്പ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ പറയുന്ന റാങ്ക് നിങ്ങൾ മേടിച്ചിരിക്കണം. അന്നേരം കീം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശരിക്കും കഷ്ടപ്പെട്ടാൽ, മനസ്സറിഞ്ഞൊന്നിരുന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 25 ദിവസം കൊണ്ട് 10 മണിക്കൂർ വെച്ച് പഠിച്ചാൽ 25 ഗുണം 10 250 മണിക്കൂർ നിങ്ങൾ മെനക്കെട്ടാൽ അത് 12 ആയാലും അത്രയും നല്ലത്. പക്ഷെ 10 മണിക്കൂർ പഠിച്ചാൽ അടുത്ത 4 വർഷത്തെയോ ബിടെക്കിൻ്റെ 4 വർഷത്തെ കോഴ്സ് ₹1 വലിയ ചിലവില്ലാതെ നമ്മുടെ ജീവിതം അടിച്ച് പൊളിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അന്നേരം ഇവിടെ ഉഴപ്പുമല്ല വേണ്ടത്, ചലഞ്ച് ഏറ്റെടുത്ത് നിങ്ങളൊന്ന് പഠിക്കാൻ തുടങ്ങുക. അപ്പം നമുക്കെല്ലാം ഓൺലൈൻ ബാച്ചസ് ഉണ്ട്, വലിയ ഫീസൊന്നുമില്ല, ഏത് സാധാരണപ്പെട്ടവനും ചേരാൻ പറ്റുന്ന ഫീസ് മാത്രമേ ഉള്ളൂ. നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. എന്തായാലും എല്ലാത്തിലും ഒരു പരിധി കൂടുതൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ മികച്ച അധ്യാപകർ പഠിപ്പിക്കുമ്പം ഏറ്റവും നല്ലപോലെ പ്രയോജനം ചെയ്യുന്ന രീതിയിലെല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസ് ചേരണമെങ്കിൽ ഓൺലൈൻ ബാച്ചസ് ചേരാം. പക്ഷെ നിങ്ങൾ അൾട്ടിമേറ്റ്ലി എല്ലാ കുട്ടികളും കീം എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം എന്നാഗ്രഹിക്കുന്നവർ കീം മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. അതോടൊപ്പം പഠിച്ചിട്ട് എഴുതണം. ചുമ്മാതെ പോയി ഒരു പേരിന് വേണ്ടി മാത്രം പോയി എഴുതുന്ന രീതി ഒരിക്കലും വരരുത്. കാരണം അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഓക്കെ, അന്നേരം എല്ലാവർക്കും കീം നന്നായിട്ട് എഴുതി നല്ല റാങ്ക് കിട്ടി ടോപ്പ് കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.